ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും ടേബിളിനകത്ത് റോസ് ഇൻസേർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഡാറ്റ സെലക്ട് ചെയ്യാനും നമ്മൾ പഠിച്ചു. ഇനി ഒരു ടേബിളിലെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് അപ്ഡേറ്റ് ടേബിൾ നെയിം. നമ്മുടെ ടേബിൾ നെയിം സ്റ്റുഡൻസ് എന്നാണ്. എൻ്റർ സെറ്റ്. നമ്മൾ ഏത് കോളമാണ് അപ്ഡേറ്റ് ചെയ്യാം? നമുക്ക് ഏജ് അപ്ഡേറ്റ് ചെയ്യാം. ഏജ് ഈക്വൽ ടു 18. ഏത് റോളാണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് കൊടുക്കാം. വേർ സ്റ്റുഡന്റ് ഐ ഡി. സ്റ്റുഡന്റ് ഐ ഡി ഈക്വൽ ടു സ്റ്റുഡന്റ് ഐ ഡി ഒരു 5 വരുന്ന റോ എടുക്കാം. ഓക്കെ, സെമി കോളം. സെലക്ട് ആസ്റ്ററിസ്ക് ഫ്രം സ്റ്റുഡൻസ് സെമി കോളം. ഓക്കെ, എക്സിക്യൂട്ട്. ഓക്കെ, സ്റ്റുഡന്റ് ഐ ഡി 5 വരുന്ന റോല് ഏജ് 18 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതുപോലെ തന്നെ ഏജ് മാത്രമല്ല, ഇവിടെ നമുക്ക് ലാസ്റ്റ് നെയിമും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അതും കൊടുക്കാം. ലാസ്റ്റ് നെയിം ഈക്വൽ ടു ലാസ്റ്റ് നെയിം ഒരു പോൾ നോഡ് എന്ന് കൊടുക്കാം. ഓക്കെ, എക്സിക്യൂട്ട്. ഇവിടെ എറർ വന്നിട്ടുണ്ട്. ഓക്കെ, ഫുൾ ലാസ്റ്റ് നെയിം അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡന്റ് ഐ ഡി 5 വരുന്ന റോല് ലാസ്റ്റ് നെയിമും ഏജും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഏത് റോലാണ്, അതായത് സ്റ്റുഡന്റ് ഐ ഡി കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ എല്ലാ റോസിലും അപ്ഡേറ്റ് ആവും. ഓക്കെ, ഇനി എങ്ങനെ റോ ഡിലീറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതിന് ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻസ്. എന്റർ. ഏത് റോ ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത് എന്ന് കൊടുക്കാം. വേർ സ്റ്റുഡന്റ് ഐ ഡി ഈക്വൽ ടു ഒരു 5 വരുന്ന റോ ഡിലീറ്റ് ചെയ്യാം. എക്സിക്യൂട്ട്. ഓക്കെ, ഇപ്പോൾ സ്റ്റുഡന്റ് ഐ ഡി 5 എന്നുള്ള റോ ഡിലീറ്റ് ആയി. ഇനി അതുപോലെ 1 ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1. ഓക്കെ, ഇപ്പോൾ 1 ഡിലീറ്റ് ആയി. ഓക്കെ, ഇപ്പോൾ എങ്ങനെ ഒരു റോ ടേബിളിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഈ വീഡിയോയിൽ വീണ്ടും പറഞ്ഞു. വീഡിയോ ലാഗ് ആക്കിയിട്ടില്ല. സോ മുൻപ് പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയാൽ അതിൻ്റെ വീഡിയോസ് കിട്ടുന്നതായിരിക്കും. അത് കണ്ട് മനസ്സിലാക്കാം. ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.